നമസ്കാരം. അമേരിക്കൻ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസിൻ്റെ ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ കഴിഞ്ഞ ദിവസം ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ തന്നെയാണ്. ഫയർഫ്ലൈ എയ്റോസ്പേസ് കമ്പനിയാണ് ബ്ലൂ ഗോസ്റ്റ് ലൂണാർ ലാൻഡറിൻ്റെ നിർമ്മാതാക്കൾ. ഇപ്പോൾ ചന്ദ്രനിലിറങ്ങിയ ശേഷം പേടകം പകർത്തിയ ആദ്യ സൂര്യോദയം ഫയർഫ്ലൈ എയ്റോസ്പേസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതോടെ പുതിയ ഭവനത്തിലെ ഉപരിതല ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് ചിത്രം ഫയർഫ്ലൈ എയ്റോസ്പേസ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. ഗോസ്റ്റ് റൈഡറിലെ നാസ പേലോഡുകൾ ഇതിനോടകം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ചന്ദ്രനിൽ തുടങ്ങിക്കഴിഞ്ഞു. ചന്ദ്രോപരിതലം തുരന്ന് സാമ്പിൾ എടുക്കുകയും ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൻ്റെ എക്സ്റേ ചിത്രം പകർത്തുകയും ചെയ്യുക എന്നതാണ് ബ്ലൂ ഗോസ്റ്റ് ലാൻഡറിൻ്റെ പ്രധാന ഉദ്ദേശം. മേർക്രിസിയം ഗർത്തത്തിൽ ഇറങ്ങിയ ബ്ലൂ ഗോസ്റ്റ് മൂൺ ലാൻഡറിൻ്റെ നിഴൽ ചിത്രവും നേരത്തെ ഫയർഫ്ലൈ എയ്റോസ്പേസ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിലെ ദൗത്യങ്ങളുടെ കൂടുതൽ ചിത്രങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും കമ്പനി കുറിച്ചു. 2025 ജനുവരി 15 നാസയുടെ സഹകരണത്തോടെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സ് അയച്ച ഇരട്ട ചാന്ദ്ര പര്യവേക്ഷണ ആളില്ലാ പേടകങ്ങളിലൊന്നാണ് ബ്ലൂ ഗോസ്റ്റ്. റെസീലിയൻസ് എന്നാണ് രണ്ടാമത്തെ പേടകത്തിൻ്റെ പേര്. ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ചാന്ദ്ര പേടകങ്ങളുടെ വിക്ഷേപണം. 45 ദിവസം സമയമെടുത്താണ് ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രനിലേക്കുള്ള യാത്രാമധ്യേ ഭൂമിയുടെ മനോഹരമായ സെൽഫികൾ ബ്ലൂ ഗോസ്റ്റ് പകർത്തിയിരുന്നു. സ്വകാര്യ ലാൻഡറുകളെ കരാറടിസ്ഥാനത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ CLPS പദ്ധതിയുടെ ഭാഗമാണ് ബ്ലൂ ഗോസ്റ്റ്. ബ്ലൂ ഗോസ്റ്റ് മേർക്രിസിയത്തിലാണ് ഇറങ്ങിയതെങ്കിൽ റെസീലിയൻസ് ചന്ദ്രൻ്റെ വടക്കേ അർദ്ധഗോളത്തിലുള്ള മാരെ ഫ്രിഗോറിസിലാണ് ലാൻഡ് ചെയ്യുക. റെസീലിയൻസിൽ ടെനോസിറ്റി എന്നു പേരുള്ള ചെറിയ റോവറും അടങ്ങിയിട്ടുണ്ട്. നാസയുടെ 10 പേലോഡുകളും ദൗത്യത്തിൻ്റെ ഭാഗമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.